അപ്പോൾ ഇന്ന് നമ്മൾ പോയത് ബാക്ക്ലാൻഡ് ബീച്ചിലേക്കാണ്. ഫാമിലിയെല്ലാം മൊത്തത്തിൽ പോകുമ്പോൾ ഒരു വൈബാണ്. ഫാമിലി വൈബ് പ്ലസ് നാച്ചുറൽ വൈബ്. പോയപാട് നമ്മൾ എല്ലാവരും കാത്തു നിന്നു. അങ്ങനെ നമ്മൾ മെല്ലെ ഉള്ളിലേക്ക് നടന്നു. അവിടെ ഫോട്ടോ എല്ലാം നടത്തുന്ന സൂം മാക്സ് സ്റ്റുഡിയോയിലുണ്ട്. മെല്ലെ അവിടെ നോക്കി പോയിട്ട് ആരും കാണുന്നില്ല. തിരിച്ചു വന്നു. പിന്നെ നേരെ പോയത് ഫ്രീ പാർക്കിലേക്ക്. ബീച്ചിൽ നല്ല ആളുണ്ടായിന്, ഭയങ്കര തിരക്ക്. ഓള് പിന്നെ എവിടെ പോയാലും കുരുത്തക്കേടാണ്. വീണാണ്ടോ എന്നിട്ട് ഒരത്തിനൊരു കുറവുമില്ല. കുറേ നേരം ഈ വട്ടത്തിൽ കളിച്ച് ആടുന്ന് അമ്മ കയറ് പിടിച്ചിട്ട് നിലാൻ പോയി. അപ്പം തന്നെ ഓൻ കുരങ്ങന്മാരെ മീത്തെത്തി. ആടുന്ന് പിന്നെ സ്ലൈഡ് കളിച്ച്. ചെറിയ കുഞ്ഞ് കളിക്കുന്നതാണ്, ഞാനും കളിച്ച്. അതിൽ വേറെയും സ്ലൈഡെല്ലാം ഉണ്ടായിനി. അതിൻ്റെ ഉള്ളിൽ നിന്ന് 3 വരുന്നു. കുറച്ച് കളിച്ചതിൻ്റെ ശേഷം ഉള്ളിൽ കയറി. ആടുന്ന് മൊത്തത്തിലൊന്നും ചുറ്റി നടന്നു. ഈവനിങ് ഒരു രക്ഷയില്ല. ബീച്ച് സൈഡ് എങ്ങോട്ട് തിരിഞ്ഞാലും ആൾ തന്നെ. ഫുഡ് കോർട്ടിൻ്റെ സൈഡിലാൾ, ബീച്ചിൻ്റെ സൈഡിലാൾ, ഫുള്ളും ആൾ. ഉള്ളിൽ കയറി ചെന്താക്കണ്ടേന്നൊരു പ്ലാനും ഇല്ല. പോയടുത്തെല്ലാം ആൾ തന്നെ. നമുക്ക് കയറാൻ പറ്റിയ കളിക്കുന്ന ട്രെയിൻ എല്ലാം പറഞ്ഞിനി. ആടുന്ന് ഗെയിം സെക്ഷൻ്റെ സൈഡിലേക്ക് പോയി. ആടെങ്കും ആളില്ലാന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. കയറിയിട്ടാകുമ്പോഴത്തേക്ക് വലിയ കഥ. അതിൻ്റെ ഉള്ളിലും ഫുള്ളും ആൾ. അതിൻ്റെ ഉള്ളിലും പരാന്ന് നടന്നു. വീഡിയോ ഗെയിം നോക്കുമ്പോഴത്തേക്ക് അടുത്താൾ. കാർ റേസിൻ്റെ അവിടെ പോകുമ്പോൾ അടുത്താൾ. എങ്ങോട്ട് തിരിഞ്ഞാലും ക്യൂ തന്നെ. അങ്ങനെ ഒന്ന് ബട്ടത്തും ചുറ്റിയിട്ട് ആളൊന്നും കീനി. ക്യാമലിൽ ആളെല്ലാം കൊണ്ടുവന്നുണ്ട്. അതിലത്ത് കയറാൻ വിചാരിക്കുമ്പോഴേക്ക് വല്ലാത്ത സ്മെല്ല്. അങ്ങനെ നേരെ ബീച്ച് സൈഡിലേക്ക് വിട്ടു. ആളില്ലാത്തൊരു കണ്ടൊരു സ്ഥലം, അത് കടൽ. ആടുന്ന് കുറച്ച് പട്ടം പറത്തി കളിച്ച്. ഒക്കെല്ലാം വന്ന് പട്ടം പറക്കാനായിട്ട് വന്നപ്പോൾ എല്ലാം പട്ടത്തിൻ്റെ ബാഗിൽ പാടി. ആ ടൈമിൽ ഞാനൊന്ന് ട്രെയിനിലേക്ക് ഇറങ്ങിയിട്ട് വന്നു. ട്രെയിൻ പോയിട്ട് വന്നിട്ട് വേറെ പട്ടം പറത്തുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് തന്നെ പരക്കുന്ന പട്ടം പറത്തിക്കൂടെ. ഇവിടെ വരണതിനാ. അങ്ങനെ നേരെ ഫുഡ് സെക്ഷനിലേക്ക് വിട്ട്. ആദ്യം കഴിച്ചത് കോളിഫ്ലവർ, അടിപൊളി. പിന്നെ പാനിപ്പൂരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ധാന്യൻ്റെ നിന്ന് കൈ ഇട്ടിട്ട് കുറേ തിന്നു. പിന്നെ ഐസ്ക്രീം വാങ്ങിക്കാൻ പോയി. ഞാൻ ആദ്യം പിസ്ത ഫ്ലേവറാണ് വാങ്ങിച്ചത്. ധാന്യവും അതന്നെ. പിന്നെ ചോള വാങ്ങിച്ചിരുന്നു. ഞാൻ സ്പൈസി അല്ലാത്ത വാങ്ങിച്ചിരുന്നു. ധാന്യം സ്പൈസിയും. പിന്നെ ഒരു ജ്യൂസും കൂടി. രണ്ടാമതൊരു ചോക്ലേറ്റ് ഐസ്ക്രീമും കൂടി. അപ്പം ഇനി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബോട്ടിലൊക്കെ ഇറങ്ങാൻ പോയി. അപ്പോഴത്തേക്ക് ധാന്യം അഡ്വഞ്ചർ ചെയ്യുന്നു. തൊട്ടിലാട്ടം. ധാന്യം പേടിച്ചിട്ട് അങ്ങനെ എത്തിനെന്നിട്ട് ചിരിച്ച് അമ്മനേച്ച്. എന്നാലുള്ള ധൈര്യം ഞാൻ സമ്മതിച്ച്. എല്ലാം കഴിഞ്ഞ് നേരെ വീലാമ്പാനിലേക്ക് വിട്ട്. ഒരു വണ്ടി വീലാമ്പാനിലേക്ക് വിട്ട്. വെയിറ്റ് ചെയ്യല് അത് നിർബന്ധമാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം വന്നിട നമ്മളെ സാധനമോ ടേസ്റ്റ് നോക്കിയിട്ട് കഥ പറയാം. ഒരു രക്ഷയില്ല, പൊളി ഐറ്റം. ഏറ്റവും നല്ലോണം പൊളിച്ചതാണിത്, ബോംബ്. സൂപ്പർ. വീഡിയോൻ്റെ പേര് പറഞ്ഞ് ഞാൻ കുറേ തിന്നു. അടുത്ത ഐറ്റം കിണ്ടർ. ബോംബിൻ്റെ അടുത്ത് കിണ്ടർ എത്തിയിട്ട. പിന്നെ എല്ലാവരും കൊതി തിന്നു. ആടുന്നൊരു പാർസൽ അടിച്ചിട്ട് അമ്മ വിട്ടു. അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ.